തിരുവത്രയിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം. 2 ക്വാർട്ടേഴ്സിലെ ചുമരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം. കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ അവയവ കച്ചവട മാഫിയയെക്കുറിച്ച് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം അവയവദാതാക്കളെയും ഇടനിലക്കാരെയും ചുറ്റിപ്പറ്റി. പാലിയക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായ ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി. ഓരോ ഫാസ്ടാഗ് ട്രാക്കുകളിലും ടോൾ കമ്പനി 2 ഹമ്പുകൾ വീതമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ചൊവ്വന്നൂരിൽ ഹാഷിഷ് ഓയിലും MDMAയുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ താമരയൂർ സ്വദേശി നിതീഷ്, പേരകം കാവീട് സ്വദേശി അൻസിൽ എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്തെ കായിക രംഗത്തെ തൊഴിൽ മേഖലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. വിദ്യാഭ്യാസ രംഗത്ത് കായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. ടയർ സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ മേൽക്കൂരയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനി ജീവനക്കാർ ചേർന്ന് തീയണച്ചു. വാർത്തകൾ വിശദമായി. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കത്തോടെയുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടു. 2 ക്വാർട്ടേഴ്സിലെ ചുമരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. പുതിയറ RC മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിലെ 3 റൂമുകളിലും താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സലാം ക്വാർട്ടേഴ്സിലെ 1 റൂമിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത്. വിവരമറിഞ്ഞ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, മണത്തല വില്ലേജ് ഓഫീസർ PS അനിൽകുമാർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ MR രജിത് കുമാർ എന്നിവർ സ്ഥലത്തെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടറേറ്റിലേക്ക് നൽകിയതായി തഹസിൽദാർ TP കിഷോർ അറിയിച്ചു. കിടക്കുന്ന റൂമിൽ വെച്ചിട്ട് കിടക്കുമ്പോൾ മേലെന്ന് എന്തോ ഒരു സാധനം വീണൊച്ച കേട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കി പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഇവരെ മറ്റേ കോട്ടേഴ്സിൽ നിന്ന് അവരെ TV ഒക്കെ അടിച്ചു പോയി അവരെ ചെമറിന് വിള്ളൽ വന്നെന്നുള്ള ശബ്ദം കേൾക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി നോക്കി നോക്കുമ്പോൾ വീടിൻ്റെ ചെമരൊക്കെ വിണ്ടിട്ടുണ്ട്. അപ്പോഴാണ് അംസക്കാട് പറയുന്നത്. അപ്പോൾ അംസക്കാട് വീടിൻ്റെ ചെമരും വിണ്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഒരുവിധ വീടുകളിലൊക്കെ ഇവിടെയൊക്കെ വിള്ളൽ എല്ലാ വീടിനും വിള്ളൽ വന്നിട്ടുണ്ട്. റൂമിലും ബാത്റൂമിലും സിറ്റ് ഔട്ടിലും ഒക്കെ ചുമരുകൾക്ക് വിള്ളലാണ് വന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ അവയവ കച്ചവട മാഫിയയെ സംബന്ധിച്ച് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തുകാരായ അവയവദാതാക്കളെയും ഇടനിലക്കാരെയും ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. അവയവം നൽകിയവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ശേഖരിച്ചു വരികയാണ്. അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അല്ലാത്തവർക്കോ ആയി അവയവം ദാനം ചെയ്യുന്നത് അടുത്ത കാലത്ത് വർദ്ധിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവയവദാതാക്കൾ മാഫിയയുടെ ഇടനിലക്കാരായി മാറുന്നതായും സൂചനയുണ്ട്. മേഖലയിലെ അവയവ കച്ചവടത്തെക്കുറിച്ച് ഗൌരവതരമായ അന്വേഷണം നടത്തണമെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകനായ ഷമീർ കടമ്പോട്ട് ആവശ്യപ്പെട്ടു. സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രധാനമായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ളത്. ടാക്സി ജീവനക്കാർ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളെ അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ പ്രലോഭിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരികയും ഈ ഏജന്റുമാരെ തമ്മിൽ മുട്ടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതു ഗതാഗത സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഇതിന്റെ ഏജന്റുമാരാണ്. ഇവരൊക്കെ പ്രധാനമായിട്ടും ഉന്നം വെക്കുന്നത് ഈ തീരദേശ മേഖലയിലുള്ള പാവപ്പെട്ട ആളുകൾ, കോളനികൾ, തീരദേശ മേഖലകൾ ഒക്കെ തന്നെയാണ് ഉന്നം വെക്കുന്നത്. തീരദേശം കേന്ദ്രീകരിച്ചുള്ള ചില ഡ്രൈവർമാരുൾപ്പെടെ വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. സാമ്പത്തിക ബാധ്യത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ യുവതികളെയാണ് ഇവർ പ്രലോഭിപ്പിച്ച് അവയവദാനത്തിന് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ അവയവദാനം നടത്തിയവർ തന്നെ അടുത്ത ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും സ്വാധീനം ചെലുത്തി അവയവദാനം നടത്തിയ സംഭവങ്ങളും നിരവധിയാണ്. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി പ്രകാരമുള്ള അവയവദാനത്തിന് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ പലരും ഇടനിലക്കാർ വഴിയുള്ള അവയവ കൈമാറ്റത്തെയാണ് ആശ്രയിക്കുന്നത്. പാലിയക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായി ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ പരാതി. ഓരോ ഫാസ്ടാഗ് ട്രാക്കുകളിലും ടോൾ കമ്പനി 2 ഹമ്പുകൾ വീതമാണ് സ്ഥാപിച്ചത്. ടാഗ് റീഡ് ചെയ്യുന്ന ബൂത്ത് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഹമ്പുകൾ ഉള്ളത്. ബസ്, ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ മുൻപിലും പുറകിലുമുള്ള ചക്രങ്ങൾ ഈ ഹമ്പുകളിലാണ് കയറി നിൽക്കുന്നത്. ടാഗ് റീഡ് ചെയ്ത ശേഷം വാഹനങ്ങൾ ഹമ്പിൽ നിന്നിറങ്ങിയാൽ പുറകിലുള്ള വാഹനങ്ങളിൽ ഇടിക്കാൻ സാധ്യതയേറെയാണ്. ടോൾ ബൂത്തുകളിൽ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കാത്തുനിൽക്കുന്നത് പതിവാണ്.
ഫാസ്ടാഗ് ട്രാക്കുകളിൽ സ്ഥാപിച്ച ഹമ്പുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളി BMS യൂണിയൻ ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകി. എന്നാൽ ടോൾ നൽകാതെ വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനാണ് ഹമ്പ് സ്ഥാപിച്ചതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ നിർത്താതെ പോകുമ്പോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ തകരുന്നതായും ദിവസവും 100-ലേറെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ടോൾ നൽകാതെ കടന്നുപോകുന്നതെന്നും കമ്പനി അധികൃതർ പറയുന്നു. കുന്നംകുളം ചൊവ്വന്നൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMA-യുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ താമരയൂർ സ്വദേശി കുട്ടിയേരിൽ വീട്ടിൽ നിതീഷ്, പേരകം കാവീട് സ്വദേശി മുസ്ലിം വീട്ടിൽ അൻസിൽ എന്നിവരാണ് പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇരുവരും പിടിയിലായത്. SI-മാരായ സുകുമാരൻ, വർഗീസ് എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്തെ കായിക രംഗത്തെ തൊഴിൽ മേഖലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ നിർമ്മാണ ഉദ്ഘാടനവും മീണാലൂർ ഇൻഡോർ സ്റ്റേഡിയം നവീകരണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിന്റെ ഭാഗമായി കായിക രംഗത്ത് 10,000 തൊഴിലവസരങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സ്പോർട്സ് ഫൌണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR അനൂപ് കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയിലെ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൌണ്ട് 1 കോടി രൂപയാണ് വിവിധ നവീകരണ പ്രവൃത്തികൾക്കായി ചിലവഴിക്കുന്നത്. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഇത്രയധികം പണം ഒരു സംസ്ഥാന ഗവൺമെന്റ് അടിസ്ഥാന കായിക വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കായിക രംഗത്തുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കായിക രംഗത്തൊരു തൊഴിൽ മേഖലയായി മാറ്റുന്നുള്ള നടപടികൾ ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷം 10,000 തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. കായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് നമ്മൾ പദ്ധതികൾ ആരംഭിക്കുക. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. ഫാക്ടറിക്കുള്ളിൽ ടയർ സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ മേൽക്കൂരയിലാണ് തീപിടുത്തമുണ്ടായത്. ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അതിനു മുമ്പേ കമ്പനി ജീവനക്കാർ ചേർന്ന് തീയണച്ചിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് കൊടകര പോലീസ് പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ആരോഗ്യ പ്രവർത്തകരെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വ്യാഴാഴ്ച രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിലായിരുന്നു സംഭവം. 20ഓളം കേസുകളിൽ പ്രതിയായ ഷിബു S. നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ട കാറിനു പുറകിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പരിക്കേറ്റ ഷിബുവിനെ കൂടി നിന്നവർ ആംബുലൻസിൽ കയറ്റി അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവസ്ഥലത്തെത്തി നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസ് തിരികെ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമാസക്തനായ യുവാവിനെ പിടികൂടി. പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രതിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കയ്പമംഗലം 3 പീടിക ജംഗ്ഷൻ വീതി കൂട്ടുന്നതിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് 3 പീടികയിൽ നിന്ന് ഇരിങ്ങാലക്കുട റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വീതി കൂട്ടുന്നത്. ഇതിനായി സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് ഇരിങ്ങാലക്കുട സെക്ഷൻ സർവേ നടപടികൾ തുടങ്ങി. ഇരിങ്ങാലക്കുട റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നിന്ന് 65 മീറ്റർ ഭാഗത്താണ് വീതി കൂട്ടുന്നത്. നിലവിൽ 7 മീറ്ററോളം വീതിയുള്ള റോഡ് 12 മീറ്റർ മുതൽ 16 മീറ്റർ വരെ വീതി വർദ്ധിപ്പിക്കാനാണ് നീക്കം. 1 വർഷത്തെ കാലയളവിൽ പണികൾ പൂർത്തിയാക്കാനാണ് നീക്കം. ഇതിനായി സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കുമെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു.
പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിനീത മോഹൻദാസ്, ശോഭന രവി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. KSTPയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയാണ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ പിടിപ്പുകേടിന്റെയും ഭരണപരാജയത്തിന്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് സംസ്ഥാനത്ത് ആകെ തകർന്നു കിടക്കുന്ന റോഡുകളെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന ഉപവാസ സമരം ചൂണ്ടൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ട്രഷറർ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി 7-ാം വാർഡിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി. പ്രദേശവാസികളുടെ പരാതി പ്രകാരം പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഇറക്കുന്നതും കത്തിക്കുന്നതും ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി കൈയോടെ പിടികൂടിയത്. ചാവക്കാട് പ്രവർത്തിക്കുന്ന സൂപ്പർമാർക്കറ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം. സൂപ്പർമാർക്കറ്റിൽ ഉണ്ടാകുന്ന മാലിന്യം വലിയ വാഹനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ കൊണ്ട് തള്ളുന്നത് പതിവായിരുന്നു. പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് മൂലം സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. കുറ്റക്കാരിൽ നിന്ന് 25,000 രൂപ പിഴ ഈടാക്കിയതായി അധികൃതർ പറഞ്ഞു. സൂപ്പർമാർക്കറ്റ് അധികൃതർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തി. തള്ളിയ മാലിന്യം ഇവർ തിരിച്ചുകൊണ്ടുപോയി. കുറച്ച് നാളുകളായിട്ട് MK സൂപ്പർ മാർക്കറ്റിൻ്റെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കുറേ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് കത്തിക്കാറുണ്ട്. കൈയോടെ തന്നെ നിലവിൽ വേസ്റ്റ് മാലിന്യങ്ങൾ ഇറക്കുന്നത് കൈയോടെ പിടിക്കുകയും അവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കുന്നതിന് വേണ്ടി പ്രദേശവാസികളോടൊപ്പം പരാതി നൽകുകയും അതിൻ്റെ ഭാഗമായി MK ഗ്രൂപ്പിൻ്റെ തന്നെ മാനേജർമാർ പഞ്ചായത്തിൽ വന്ന് മീറ്റിംഗ് നടത്തുകയും ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ടതിൽ നടത്തറ പഞ്ചായത്ത് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ബിന്ദു കാട്ടുങ്ങൽ, മിനി വിനോദ്, TP മാധവൻ, സരിത രാജീവ് എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. തുടർന്ന് നടന്ന നിൽപ്പ് സമരം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. K. കരുണാകരൻ സ്മാരക മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും അനുബന്ധ ജീവനക്കാരെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് നിവേദനം നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ഡയറക്ടർ എന്നിവർക്കാണ് നിവേദനം നൽകിയത്. ഡോക്ടർമാരില്ലാത്തത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. എല്ലാ ദിവസവും 500ഓളം രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തത് പരാതികൾ ഉണ്ടാക്കിയിരുന്നു. OPയും ഡയാലിസിസ് കേന്ദ്രവും കിടത്തി ചികിത്സയും ഉണ്ടെങ്കിലും ഡോക്ടർമാർ 4 പേർ മാത്രമാണുള്ളത്. ഇവരിൽ തന്നെ ചില ഡോക്ടർമാർ മറ്റു സേവനങ്ങൾക്കായി പോകുന്നത് പതിവാണ്. പല ദിവസങ്ങളിലും ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സർക്കാർ ആശുപത്രിയിൽ ഒരു ദിവസം 500-600 രോഗികൾ വരുന്നുണ്ട്. മാള ഹോസ്പിറ്റലിന് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ഞാൻ ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോസ്പിറ്റലിന്റെ സമഗ്ര വികസന പദ്ധതിയുമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ടില്ലാത്തതിനാൽ ഡോക്ടറെ നിയമിക്കാൻ കഴിയുന്നില്ല. ആശുപത്രി മേൽനോട്ട കമ്മിറ്റിയാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ ചെലവ് വഹിക്കുന്നത്. 8 ഡയാലിസിസ് യന്ത്രങ്ങളിൽ 16 പേർക്കാണ് ഡയാലിസിസ് നടത്തുന്നത്. ഇവിടെയും ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ OPയിൽ തിരക്കിട്ടാണ് രോഗികൾക്ക് മരുന്ന് കുറിച്ച് നൽകുന്നത്. TCV ന്യൂസ്, മാള. ചെറുതുരുത്തി പൈങ്കുളത്ത് റെയിൽവേ ട്രാക്കിൽ വയോധികയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് ഓഞ്ഞണത്ത് വീട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഭാര്യ 58 വയസ്സുള്ള മറിയക്കുട്ടിയാണ് മരിച്ചത്. തളിക്കുളത്ത് കടലിൽ വല വിരിക്കുന്നതിനിടെ അടിയൊഴുക്കിൽപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു. നമ്പിക്കടവിൽ താമസിക്കുന്ന പേരോത്ത് കുമാറിന്റെ മകൻ 52 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. തളിക്കുളം നമ്പിക്കടവ് ബീച്ചിൽ സീതാറാം റിസോർട്ടിന് സമീപം കടലിൽ കണ്ടാടിവല ഉപയോഗിച്ച് മത്സ്യം പിടിക്കുകയായിരുന്നു സുനിൽകുമാർ. തിരയിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന സുനിൽകുമാറിനെ നാട്ടുകാർ കരയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കടകളിൽ ലോട്ടറി വ്യാപാരം നടത്തുന്നവർക്ക് നഗരസഭകളും പഞ്ചായത്തുകളും ലൈസൻസ് അനുവദിക്കണമെന്ന് ഗുരുവായൂരിൽ നടന്ന ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ലോട്ടറി വിൽപ്പന നടത്തുന്നവർക്ക് സർക്കാർ തിരിച്ചറിയൽ കാർഡ് നൽകണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. കിഴക്കേനടയിലെ AKG സദനത്തിൽ നടന്ന സമ്മേളനം CITU തൃശൂർ ജില്ലാ പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KK ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M. ജയപ്രകാശ്, ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ, CITU ഏരിയ സെക്രട്ടറി AS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പിള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. വരന്തരപ്പിള്ളി സെന്ററിൽ നിന്ന് കുന്നത്തൂപ്പാടം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിന്ന് വേപ്പൂർ വട്ടക്കൊട്ടായി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളിയതോടെ ടാറിംഗ് വിണ്ടുകീറിയാണ് റോഡ് തകർന്നത്. മണിക്കൂറുകളോളം കുടിവെള്ളം പാഴായതോടെ ഇവിടേക്കുള്ള ജലവിതരണം നിർത്തിവെച്ചു. കാലപ്പഴക്കമാണ് പൈപ്പുകൾ പൊട്ടാൻ കാരണമെന്ന് പറയുന്നു. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഓത്തുകൊട്ട് ആരംഭിച്ചു. അലക്കാട്ട്, ഐര്, കിരങ്ങാട്ട്, കണ്ണമംഗലം, ചെറുവത്തൂർ, വെള്ളാംപറമ്പ്, അക്കരച്ചിറ്റൂർ, പട്ടച്ചോമയാരത്ത്, എടപ്പലം, കീഴിലം ഇല്ലക്കാർ, ക്ഷേത്രം ഓദിക്കൻ, ആരൂർ വാസുദേവൻ അടിത്തിരിപ്പാടിന്റെ സ്വീകരിച്ചു. കൈമുക്ക് വൈദികൻ നാരായണൻ നമ്പൂതിരി, കൂടപ്പുഴ പരമേശ്വരൻ നമ്പൂതിരി, പെരുവനം വേദപാഠശാലയിലെ വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെ 30ഓളം വേദജ്ഞർ പങ്കെടുത്തു. ഒക്ടോബർ 9 വരെ ഓത്തുകൊട്ട് ക്ഷേത്രത്തിൽ തുടരും. ദേശീയ ഹരിതസേനയുടെ നേതൃത്വത്തിൽ ക്ലീൻ ഗ്രീൻ സ്കൂൾ എന്ന വിഷയത്തിൽ ഗുരുവായൂരിൽ ഏകദിന ശില്പശാല നടത്തി. അധ്യാപകർക്കായി നഗരസഭാ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസർ PV റഫീഖ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ NJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഡോക്ടർ ജാനകി അമ്മാളിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് പ്രൊഫസർ കുമാരി തമ്പാട്ടിക്കും KG സുകുമാരൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് ഗുരുവായൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണനും സമ്മാനിച്ചു. സസ്യശാസ്ത്രജ്ഞൻ PS ഉദയൻ അവാർഡുകൾ വിതരണം ചെയ്തു. പ്രവാസ ജീവിതകാലത്താണ് എഴുത്ത് തുടങ്ങിയതെന്നും ഏകാന്തതയും ഒറ്റപ്പെടലിന്റെ നൊമ്പരവുമാണ് തന്നെ സാഹിത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു. തൃശൂർ വിമല കോളേജിലെ മലയാള ഗവേഷണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മലയാള സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 21 വർഷം നീണ്ട ഗൾഫ് ജീവിതകാലത്തെ ജോലിക്കിടയിലാണ് നിരവധി പുസ്തകങ്ങൾ എഴുതിയത്. തന്റെ 6ാമത്തെ പുസ്തകമാണ് ആടുജീവിതം. നജീബിനെ കണ്ടുമുട്ടിയപ്പോൾ എഴുതിയതല്ല ആടുജീവിതമെന്നും ബെന്യാമിൻ പറഞ്ഞു. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. മലയാള ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ നിഷ ഫ്രാൻസിസ്, കോർഡിനേറ്റർ ഡോക്ടർ R രാജി തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാറിൽ നടന്ന തൃശൂർ ജില്ലാ അമേച്ചർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ M റെനീസയ്ക്ക് ട്രിപ്പിൾ സ്വർണം. അണ്ടർ 20, അണ്ടർ 23, സീനിയർ 59 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വ്യുമൺ വിഭാഗം എന്നിവയിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. തൃശൂർ വിമല കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. വെള്ളറക്കാട് ആദൂർ മാനത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മകളാണ് റെനീസ. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്ന ജിനേഷ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. അണ്ടർ 15, 54 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേടിയത്. എരുമപ്പെട്ടി സ്വദേശി ജിനേഷിന്റെയും സോണിയുടെയും മകളാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജിയ അന്ന ജിനേഷ്. മറ്റത്തൂർ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന് ആവശ്യമായിരുന്നു. ഈയിടെ റോഡിന്റെ 100 മീറ്ററോളം വീതി വർദ്ധിപ്പിച്ചുവെങ്കിലും ട്രാംവേ പാലം വരെ പൂർണ്ണമായും വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് പരാതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ബാക്കി പത്രമായ വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിന്റെ ഇരുവശവും കരിങ്ങൽ കെട്ടി വീതി വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെട്ടു വരുന്നതാണ്. പറമ്പിക്കുളം വനത്തിൽ നിന്ന് തീവണ്ടി മാർഗം ചാലക്കുടിയിലേക്ക് വനവിഭവങ്ങൾ കൊണ്ടുവരുന്നതിനായാണ് 1 നൂറ്റാണ്ട് മുമ്പ് ട്രാംവേ സ്ഥാപിച്ചത്. 1962-ൽ ട്രാംവേ നിർത്തലാക്കിയതോടെ ട്രാംവേ ലൈൻ റോഡായി മാറി. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് മോനോടി ഭാഗത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള റോഡും പാലവും പഴയ ട്രാംവേയുടെ ഭാഗമായിരുന്നു.
മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ 100 മീറ്ററോളം 2 വർഷം മുമ്പ് വീതി കൂട്ടി കരിങ്കല്ല് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഭാഗത്ത് ഇനിയും പണികൾ നടന്നിട്ടില്ല. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ട്രാംവേ പാലം വരെയുള്ള 350 മീറ്ററോളം റോഡിന്റെ 100 മീറ്ററോളമാണ് ഈയിടെ കരിങ്കൽ കെട്ടി വീതി കൂട്ടിയത്. അവശേഷിക്കുന്ന ഭാഗത്ത് 3 മീറ്റർ മാത്രമാണ് റോഡിന് വീതിയുള്ളത്. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ്. മൊത്തം 12 മീറ്റർ വീതിയാണ് റോഡിനുള്ളതെങ്കിലും 3 മീറ്റർ വീതി കഴിഞ്ഞാൽ ഇരുവശത്തേക്കും ചരിഞ്ഞു കിടക്കുകയാണ് റോഡ്. റോഡിനിരുവശത്തും താൽക്കാലിക സുരക്ഷാവേലി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും മോനോടിയിലേക്ക് പോകുന്ന പാലത്തിൻ്റെ ഇപ്പുറമുള്ള സ്ഥലം 2 സൈഡും വളരെ താഴ്ന്നതാണ്. ഒരു വണ്ടിക്ക് പോലും കടന്നു പോകാൻ, ഒരു ബൈക്കിനും കൂടെ പോകാനുള്ള ഒരു അവസ്ഥയില്ല. ബന്ധപ്പെട്ട അധികാരികൾ 2 സൈഡിലും വീതി ഒരു 200 മീറ്റർ കൂടെ വീതി കൂട്ടുകയാണെങ്കിൽ വളരെ പേടി കൂടാണ്ട് യാത്ര ചെയ്യാവുന്ന ഒരു പ്രദേശമായി മാറും. TCV ന്യൂസ്, കൊടകര. കോടതി വിധി മാനിക്കാതെ പോലീസുകാർ പട്ടികജാതി കുടുംബത്തിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യിക്കാൻ ശ്രമിച്ചതായി പരാതി. ഗുരുവായൂർ കാവേട് പുറക്കാട്ടുപറമ്പിൽ രാജനാണ് ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഗുരുവായൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് 2019 രാജൻ വായ്പ എടുത്തിരുന്നു. കോവിഡിനെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ജപ്തി നടപടി ആരംഭിച്ചു. ഇതേ തുടർന്ന് രാജൻ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. എന്നാൽ ബാങ്ക് അധികൃതർ പോലീസുകാരുമായി കഴിഞ്ഞ 5-ാം തീയതി രാജന്റെ വീട്ടിലെത്തി ജപ്തിക്ക് ശ്രമിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് കുടുംബത്തെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്ന് രാജൻ പരാതിയിൽ പറയുന്നു. പോലീസുകാരുടെ ഭീഷണിയെ തുടർന്ന് രാജന്റെ ഭാര്യ കുഴഞ്ഞു വീണു. ഹൈക്കോടതി വിധി കാണിച്ചപ്പോഴും പോലീസുകാർ പിൻവാങ്ങിയില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി അഭിഭാഷകൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് പോലീസുകാർ തിരിച്ചുപോകാൻ തയ്യാറായതെന്ന് പരാതിയിൽ വ്യക്തമാക്കി. താക്കോല് പൂട്ടി നിങ്ങൾക്ക് സാധനങ്ങൾ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മാത്രമല്ല CM-ന്റെ ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡർ പോലും മാനിച്ചിട്ടില്ല ഗുരുവായൂർ പോലീസ്. അയാൾ പറഞ്ഞു വെച്ചാൽ മുഖ്യമന്ത്രിയല്ല വേറെ ആര് പറഞ്ഞിട്ടും നിങ്ങൾ ഇറങ്ങാനാണ് പറഞ്ഞത്. വയനാട് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായ ആർമി ഉദ്യോഗസ്ഥൻ മൂന്നുമുറി സ്വദേശി ഹേമന്തിനെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഷോൾ അണിയിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത്, അംഗങ്ങളായ സനല ഉണ്ണികൃഷ്ണൻ, ഷൈബി സജി, MS സുമേഷ്, KR ഔസേബ്, KR ബിജു, സെക്രട്ടറി M ശാലിനി എന്നിവർ സന്നിഹിതരായിരുന്നു. മൂന്നുമുറി കൊല്ലിക്കര വീട്ടിൽ ലോഹിതാക്ഷന്റെ മകനാണ് ഹേമന്ത്. മുറ്റിച്ചൂർ മസ്ജിദ് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല പൈപ്പ് പൊട്ടി ദിവസങ്ങളായി കുടിവെള്ളം തോട്ടിലേക്ക് ഒഴുകി പാഴാകുന്നതായി പരാതി. ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ഭൂരിഭാഗം കുടുംബങ്ങളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനെയാണ് ആശ്രയിക്കുന്നത്. ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പൈപ്പിൽ നിന്നും സമീപത്തെ തോട്ടിലേക്ക് ഒഴുകി പാഴാകുന്നത്. ജലസേചന വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ആദിവാസി ഊരുകളുടെ പേരുമാറ്റ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആദിവാസി സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഓഫീസ് പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷനു മുന്നിൽ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം. KSPMS ജനറൽ സെക്രട്ടറി PK വേണു ഉദ്ഘാടനം ചെയ്തു. MR ശിവദാസൻ അധ്യക്ഷനായി. PK രതീഷ്, സുനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാർഗിൽ വിജയ മഹോത്സവത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ നേവൽ പരിശീലനത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കമാൻഡർ വിപിൻ ദേവിന്റെ മാതാപിതാക്കളെ ആദരിച്ചു. വിപിൻ ദേവിന്റെ മാതാപിതാക്കളായ KV വിജയകുമാറിനെയും T ബേബിയെയും ഗുരുവായൂരിലുള്ള വീട്ടിലെത്തിയാണ് കേഡറ്റുകൾ ആദരിച്ചത്. സമാദരണ സദസ്സ് 24 ബറ്റാലിയൻ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. NCC ക്യാപ്റ്റൻ ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 24 കേരള ബറ്റാലിയൻ സുബേദാർ കുസുംകുമാർ, ഹവിൽദാർ TR രജീഷ്, സീനിയർ അണ്ടർ ഓഫീസർ MR അമൽരാജ്, ജൂനിയർ അണ്ടർ ഓഫീസർമാരായ PM ശ്രുതി, ക്രിസ്റ്റോ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനൊരുങ്ങി കറ്റുവട്ടൂർ ഊളക്കൽ വീട്ടിൽ നാരായണൻ. ദേശമംഗലം പഞ്ചായത്ത് ഓഫീസിനു മുന്നിലുള്ള തന്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. 3 വർഷം മുമ്പാണ് നാരായണൻ ചായക്കട തുടങ്ങിയത്.
കൊടകര അഴകം ശ്രീദുർഗാദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഭക്തർ സമർപ്പിച്ച നെൽക്കതിർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ശനിയാഴ്ച ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യവും പ്രസാദസദ്യയും ഉണ്ടാകും. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ആഴ്ചകളായി കുടിവെള്ള വിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. CB ജയലക്ഷ്മി, PK അബ്ദുൾ റഹ്മാൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR അശോകൻ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തീർച്ചയായിട്ടും കയ്യിൽ കിട്ടുന്ന തുണ്ടുകടലാസിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ഡേവിസ് ആന്റണിക്ക് മനസ്സിൽ തെളിയുന്നത് പള്ളികളുടെ സങ്കല്പ ദൃശ്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ ഡിസൈൻ ചെയ്യാനും മേൽനോട്ടം വഹിക്കാനും കഴിഞ്ഞത് ഡേവിസിന്റെ ജീവിത നിയോഗമാണ്. മാളയ്ക്കടുത്ത് സ്നേഹഗിരി സ്വദേശി ഇലഞ്ഞിക്കൽ ഡേവിസ് ആന്റണി രാജ്യത്താകെ 126 പള്ളികളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ 9 പള്ളികളുടെ നിർമ്മാണം നടക്കുന്നു. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിൽ പള്ളികളുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പള്ളി നിർമ്മാണത്തിന് മുൻപ് ഡേവിസിന്റെ മനസ്സിൽ അതിന്റെ രൂപം കൺമുന്നിൽ കാണുന്നതുപോലെ പ്രകടമാകും. ആദ്യം പ്ലാൻ തയ്യാറാക്കും, തുടർന്ന് മുഖവാരം ഡിസൈൻ ചെയ്യും. പിന്നീട് അനുബന്ധമായി യോജിക്കുന്ന അകവും പുറവും രൂപകൽപ്പന ചെയ്യും. പള്ളിയുടെ അകത്തെ ലൈറ്റിംഗ്, ശബ്ദ സംവിധാനങ്ങൾ വരെ ഡേവിസിന്റെ മനസ്സിൽ നിന്നുള്ളതാണ്. അൾത്താര ഒരുക്കുന്നതിൽ സഹോദരൻ ജോസ് ആന്റണി വ്യത്യസ്തനാണ്. കലാസംവിധാന രംഗത്തുള്ള സഹോദരൻ പോൾ ആന്റണിയും ഡേവിസിനൊപ്പം പള്ളി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ട്. പള്ളിയുടെ മുഖവാരത്തിൽ സാധാരണയായി 3 ടവറുകളാണുള്ളത്. എന്നാൽ കൊളോൺ ചർച്ച് മാതൃകയിൽ 2 ടവറിന്റെ പള്ളി രൂപകൽപ്പന ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്ന് ഡേവിസ് ആന്റണി പറഞ്ഞു. പഠിപ്പ് കഴിഞ്ഞ് തീർന്നോടൊപ്പം ഞാൻ ആദ്യമായിട്ട് ഈ സ്നേഹഗിരി ചർച്ച് ഡിസൈൻ ചെയ്തത്. അതിനുശേഷം പള്ളി ഫീൽഡിൽ ഒത്തിരി പള്ളികൾ എനിക്ക് കിട്ടി. ആദ്യം ചെയ്ത പള്ളികളൊക്കെ കേരള സ്റ്റൈൽ പള്ളികളായിരുന്നല്ലോ. അതിനുശേഷം ഇറ്റാലിയൻ പാറ്റേണിലേക്കാണ് ചേർപ്പ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോമനാട്ട് ചർച്ചുകളാണ് ഇപ്പോൾ താഴേക്കാട് പണിതെന്നും ഗമാലിക്കടുത്ത് കരയാമ്പറമ്പിൽ പണിതാണ് പള്ളി. പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്രീക്ക് ആർട്ട് അങ്ങനെയുള്ള മോഡലുകളും പള്ളികൾ ചെയ്തിട്ടുണ്ട്. കൊളോൺ ചർച്ചിൻ്റെയൊക്കെ മോഡൽ അത് നല്ല ഹൈറ്റ് ഉള്ളൊരു പള്ളിയാണ്. അതിൻ്റെ ഒരു ശൈലിയിലൊക്കെ ഒരു പള്ളി ചെയ്താൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പള്ളികളിൽ ഉയരം കൂടിയത് മേലടൂർ ഉണ്ണിമിഷ്ക പള്ളിയാണെങ്കിലും വിസ്തൃതിയിൽ മുന്നിലുള്ളത് അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയാണ്. പരമ്പരാഗത കേരളീയ മാതൃകയിൽ തുടങ്ങിയത് ഇപ്പോൾ വിവിധ വിദേശ രാജ്യങ്ങളുടെ രീതിയിലേക്ക് മാറി. മതസൗഹാർദ്ദത്തിന്റെ മാതൃകയിൽ ആദ്യ ഡിസൈൻ തയ്യാറാക്കി. സ്വന്തം ഇടവകയായ സ്നേഹഗിരി പള്ളിയുടെ നിർമ്മാണത്തിൽ നിന്നാണ് തുടക്കം. ചാലക്കുടി റീജിയണൽ ITCയിൽ നിന്ന് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പഠനം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഫാദർ പോൾ കൊടിയൻ പള്ളി നിർമ്മാണത്തിനുള്ള രൂപകൽപ്പന തയ്യാറാക്കാനും മേൽനോട്ടം വഹിക്കാനും ചുമതലയേൽപ്പിച്ചത്. രണ്ടാമത് ഏറ്റെടുത്ത കൊന്നക്കുഴി പള്ളി ഭാരതീയ ഡിസൈനിൽ ക്ഷേത്രത്തിലെ കുത്തുവിളക്കും ചൈനീസ് പഗോഡയും ഗോതിക് ശൈലിയും ചേർത്തുള്ളതാണ്. വീടുകളുടെ രൂപകൽപ്പന 15,000 കഴിഞ്ഞുവെന്നല്ലാതെ കൃത്യമായ എണ്ണം നിശ്ചയമില്ല. പള്ളികളുടെ ഡിസൈൻ തയ്യാറാക്കി നൽകുന്നതിനു പുറമെ പൂർത്തീകരണം വരെയുള്ള മേൽനോട്ടം ഡേവിസിന്റെയാണ്. TCV ന്യൂസ് മാള. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഇല്ലംനിറ, തൃപ്പുത്തരി, ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 11-ന് ഇല്ലംനിറയും 16-ന് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടക്കും. 10ഓളം ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കും. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം സെക്രട്ടറി സുനീഷ് അയിനപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വർഷങ്ങളായി തരിശായി കിടന്ന കൊരട്ടി പഞ്ചായത്തിലെ 6ാം തുരുത്ത് പാടശേഖരത്തിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി. തരിശുരഹിത കൊരട്ടി പദ്ധതിയുടെ ഭാഗമായി 7 ഏക്കർ വരുന്ന കൃഷിയിടത്തിലാണ് നെൽകൃഷിക്ക് തുടക്കമിട്ടത്. പാടശേഖരത്തിലെ ഞാറുനടൽ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുക ഏറ്റുവാങ്ങി.
ചാലക്കുടി കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഈ മാസം 13-ന് തുടക്കമാകും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന ചടങ്ങ് ലളിതമാക്കിയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആഘോഷങ്ങൾക്ക് മാറ്റിവെച്ച തുകയുടെ ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. സ്കൂളിലെ ജീവനക്കാരിക്ക് സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടക്കും. ഫാദർ ജോസഫ് താണിയക്കൽ, PTWA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS സുഗതൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ PI ലൈജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കൊളത്തൂർക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി നടുവൻ നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കതിർക്കറ്റുകൾ തലയിലേന്തി മേൽശാന്തിയും ഭക്തജനങ്ങളും ക്ഷേത്രം പ്രദക്ഷിണം വെച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിറുകൾ പ്രസാദമായി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. കഴകക്കാരൻ രവി നമ്പീശൻ, ക്ഷേത്രസമിതി പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി അരുൺകുമാർ, ജയൻ തൈവളപ്പിൽ, സരിത നാരായണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ മദ്ഹു റസൂൽ കോൺഫറൻസ് സെപ്റ്റംബർ 4-ന് തൃശൂരിൽ നടക്കും. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന റബിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. തൃശൂർ MICയിൽ നടക്കുന്ന കോൺഫറൻസിന്റെയും റബിയ ക്യാമ്പയിന്റെയും ഉദ്ഘാടനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മുസ്തഫ ഹുദവി ആക്കോട് എന്നിവർ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ അബ്ദുസലാം ബാഖവി, കൺവീനർ അബൂബക്കർ ഫൈസി, കോർഡിനേറ്റർ സിദ്ദിഖ് ഫൈസി, വർക്കിംഗ് കൺവീനർ ഷഹീർ ദേശമംഗലം, SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6390 രൂപ, പവന് 51,120 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3144 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് തിരുവത്രയിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം. 2 ക്വാർട്ടേഴ്സിലെ ചുമരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം. കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ അവയവ കച്ചവട മാഫിയയെക്കുറിച്ച് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം അവയവദാതാക്കളെയും ഇടനിലക്കാരെയും ചുറ്റിപ്പറ്റി. പാലിയക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായി ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി. ഓരോ ഫാസ്ടാഗ് ട്രാക്കുകളിലും ടോൾ കമ്പനി 2 ഹമ്പുകൾ വീതമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ചൊവ്വന്നൂരിൽ ഹാഷിഷ് ഓയിലും MDMAയുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ താമരയൂർ സ്വദേശി നിതീഷ്, പേരകം കാവീട് സ്വദേശി അൻസിൽ എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്തെ കായിക രംഗത്തെ തൊഴിൽ മേഖലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. വിദ്യാഭ്യാസ രംഗത്ത് കായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. ടയർ സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ മേൽക്കൂരയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനി ജീവനക്കാർ ചേർന്ന് തീയണച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.